നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മുടെ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. റമദാൻ മാസത്തിലെ ഫാസ്റ്റിംഗ് ഇപ്പോൾ 30 കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഈദ് ഡേ ആണ് വരുന്നത്. അപ്പോൾ ഈദ് ഡേയിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഈദിൻ്റെ ഡയറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ദിവസം നമ്മളെല്ലാവരും ഫാസ്റ്റിങ്ങിലായിരുന്നു അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഫുഡ് ഹാബിറ്റൊക്കെ ചേഞ്ച് ആകുമ്പോഴത്തേനും അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിന് ഒരുപാട് ഹെവി ഫുഡ് കഴിക്കാമല്ലോ എന്നൊക്കെ സന്തോഷിച്ചിരിക്കുകയായിരിക്കും എല്ലാവരും തന്നെ അല്ലേ. ഇത് ഒരു സെലിബ്രേഷൻ ഡേ ആണ്. അങ്ങനെ ഏത് സെലിബ്രേഷൻ, ഇപ്പോൾ ഈസ്റ്റർ ആണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ സെലിബ്രേഷൻ ഡേയ്സിൽ നമുക്ക് ഫുഡിനോട് വല്ലാത്തൊരു ക്രാവിങ്സ് ആയിരിക്കും. നല്ല ഭക്ഷണം കഴിക്കാം, നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കാനും, അതുപോലെ തന്നെ നല്ല ഫുഡാണ് മെയിൻ. ഉച്ചയ്ക്കാവുക ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഡിന്നർ കഴിക്കുക, ഇടയ്ക്ക് സ്വീറ്റ്സ് അല്ലെങ്കിൽ ഡിസേർട്ട് എന്തെങ്കിലും കഴിക്കുക. ഇങ്ങനെയുള്ളൊരു ചിന്തയായിരിക്കും എപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈദ് ഡേയിൽ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രധാനമായിട്ട് ഇത്രയും ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ഒരു ഫുഡ് ഹാബിറ്റിലോട്ട് വരുന്ന ആദ്യത്തെ ദിവസമാണ് ഈദ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൊമക്ക് വല്ലാത്ത രീതിയിൽ അപ്സെറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈദ് ഡേയിൽ എങ്ങനെ വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം നിങ്ങളെന്തും കഴിച്ചോളൂ, നമുക്കൊരു സെലിബ്രേഷൻ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നതിലൊന്നും അന്നത്തെ ദിവസം റെസ്ട്രിക്ഷൻ വെക്കേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് പോർഷൻ കൺട്രോളിൽ വേണം ഫുഡ് കഴിക്കാനായിട്ട്. അതായത് ഒരുപാട് വാരി വലിച്ച് ആക്രാന്തത്തോടെ കഴിക്കാതെ വളരെ മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുക. വയറിൽ എപ്പോഴും ഒരു സ്പേസ് ഇട്ടുകൊണ്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. വയറ് പൊട്ടാൻ പോണ രീതിയിൽ കുത്തി നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്നതാണ് സാരം. അതായത് കുറച്ച് സ്പേസ് ഇടുക. നമുക്ക് വിശക്കുന്നുണ്ടോ എന്ന് തോന്നിയാൽ ചെറിയൊരു വിശപ്പൊക്കെ ഫീൽ ചെയ്യും, എന്നാൽ അങ്ങനെ വല്ലാതെ ഓവറായിട്ടുള്ള ഒരു വിശപ്പും ഉണ്ടാവില്ല. അങ്ങനത്തെ രീതിയിൽ വേണം ഫുഡ് കഴിക്കാനായിട്ട്. ഈദ് ഡേയിൽ ഒരു ചെറിയൊരു ഡയറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞു തരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സാധാരണ ബ്രഷ് ചെയ്യുമല്ലോ, അതിനുശേഷം 2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കാം. ചെറിയ ചൂടുവെള്ളം കുടിക്കുക. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും പള്ളിയിൽ പോകുമല്ലോ. പള്ളിയിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് കഴിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് ഓട്സ് എങ്കിലും കാച്ചി കുറച്ച് പാൽ ആഡ് ചെയ്ത് കാച്ചിട്ട് കുടിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയത് കഴിക്കാം, മുട്ട പുഴുങ്ങിയത് കഴിക്കാം, 4-5 ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് കഴിക്കാം. ഓവർനൈറ്റ് ഓട്സ് തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലൊരു ഓപ്ഷനാണ്. അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ചിയാ സീഡ്സും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ബെറ്റർ ആയിട്ടുള്ള ഓരോ ഓപ്ഷനാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യം കേട്ടോ പറഞ്ഞത്. ഇനി നോർമലായിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റിൽ ഏതെങ്കിലും ആണെങ്കിൽ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് 1 2 കഴിച്ചിട്ട് പോവാം. അതിനൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട്. ഇനി പള്ളി കഴിഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ക്വാണ്ടിറ്റി കുറച്ചിട്ട് 2 കഴിക്കാം. ഇഡ്ഡലിയോ ദോശയോ അപ്പമോ പുട്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി കുറച്ചിട്ട് മാത്രം ഉപയോഗിക്കാം. നോൺ വെജ് ഐറ്റംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. വെജിറ്റേറിയൻ ഐറ്റംസും ഉപയോഗിക്കാം. പയറുവർഗ്ഗങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി ഒരു മിഡ് മോർണിംഗ് ടൈമിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. ഫ്രൂട്ട്സിന് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കൊക്കെ, വല്ലാത്ത ചൂടാണല്ലോ ഈ സീസണിൽ. അപ്പോൾ ജ്യൂസായിട്ട് ഉപയോഗിക്കാം. ജ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ജ്യൂസ് കുടിക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ടും ഉപയോഗിക്കാം. എപ്പോഴും ഫൈബർ കിട്ടുന്നതുകൊണ്ട് ഫ്രൂട്ടായിട്ട് കഴിക്കുന്ന കേട്ടോ നല്ലത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യാം. കരിക്കും വെള്ളം, മോരും വെള്ളം, നാരങ്ങാ വെള്ളം ഇങ്ങനെയുള്ള ഏതെങ്കിലും പാനീയങ്ങൾ സമയത്ത് യൂസ് ചെയ്യാം. വെള്ളം ധാരാളം കുടിക്കുക. ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ 2.5-3 ലിറ്ററാണ് ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ കുടിക്കേണ്ട വെള്ളം. കൂടുതൽ വിയർക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരിക. ഇനി ഉച്ചയ്ക്ക് എന്താണ് കഴിക്കേണ്ടത്? ലഞ്ചാണ് സാധാരണ സെലിബ്രേഷൻ ഡേയിൽ നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കാൻ നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയർ ഫുള്ളായൊരു ഫീലിംഗ് ആക്കരുത്. ക്വാണ്ടിറ്റി കുറച്ചിട്ട് പോർഷൻ സൈസിൽ കഴിക്കാനായിട്ട് നോക്കാം. ഡിസേർട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ പായസമൊക്കെ ആണെങ്കിൽ ഒരു 3 ഗ്ലാസ്സൊക്കെ പായസം, 2-3 ഗ്ലാസ്സൊക്കെ കുടിക്കാതെ ഒരു ചെറിയ കപ്പ് പായസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പോർഷൻ കൺട്രോളിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെയിറ്റ് ഒരുപാട് ഇൻക്രീസ് ചെയ്യുകയില്ല.
ഇനി ഉച്ചയ്ക്ക് ലഞ്ചിന് അരമണിക്കൂർ മുമ്പ് ഇഞ്ചി ചതച്ചിട്ട വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അത് 200 ml ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാം. വളരെ നല്ലതാണ്. ബ്ലോട്ടിങ് അസിഡിറ്റി ഒക്കെ മാറാനും വളരെ ഹെൽപ്ഫുള്ളാണത്. ഈ 4 മണിക്കൊന്നും ഈ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാതിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ സീഡ്സോ യൂസ് ചെയ്യാം. അല്ലാതെ വേറെ ആഹാര സാധനമൊന്നും അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഡിന്നർ ഒരു 8 മണിക്ക് മുമ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ എല്ലാ സെലിബ്രേഷൻ ഡേയിലും ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെ ഇരിപ്പുണ്ടാവും കുറേ അല്ലേ. അപ്പോൾ അത് തന്നെ ആയിരിക്കും മിക്കവരും ഡിന്നറിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ക്വാണ്ടിറ്റി കുറച്ചിട്ട് പോർഷൻ സൈസിൽ യൂസ് ചെയ്യുക. ഇനി ഡിന്നറിന് എന്തെങ്കിലും ലൈറ്റ് വേണമെന്നുള്ളവർക്ക് ഓട്സോ റാഗിയോ ഒക്കെ മിക്സ് ചെയ്ത്, അതായത് ജസ്റ്റ് കുറുക്കിയിട്ട്, ഒരുപാട് വേവിച്ച് കുറുക്കരുത് ഓട്സ് ആണെങ്കിൽ കേട്ടോ. ഓട്സ് വേവിക്കുന്നതനുസരിച്ച് അതിൻ്റെ കാലറി കണ്ടൻറ്റും ഷുഗർ കണ്ടൻറ്റും ഒക്കെ കൂടും. അതുകൊണ്ട് ഒരുപാട് വേവിച്ച് കുറുക്കരുത്. വേവിക്കുകയാണെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് കുറയുകയും ചെയ്യും ഓട്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഒരുപാട് വേവിച്ച് കുറുക്കാതെ ജസ്റ്റ് ഓട്സിലേക്ക് തിളച്ച പാലോ തിളച്ച വെള്ളമോ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വേണം ഉപയോഗിക്കാനായിട്ട്. അതിൽ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടും പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. ഇനി ഗോതമ്പിൻ്റെ ആഹാര സാധനം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നുറുക്ക് ഗോതമ്പ്, അതായത് സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി യൂസ് ചെയ്യാം. അരിയുടെ കഞ്ഞിയും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ചിട്ട് അരിയുടെ കഞ്ഞി വേണമെങ്കിൽ ലൈറ്റ് ഫുഡാണല്ലോ, അത് യൂസ് ചെയ്യുന്നതുകൊണ്ടും പ്രോബ്ലം ഇല്ല. ഇനി ചപ്പാത്തി യൂസ് ചെയ്യാം, ഗോതമ്പിൻ്റെ ദോശ യൂസ് ചെയ്യാം, ഗോതമ്പിൻ്റെ പുട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഏതെങ്കിലും ആഹാര സാധനങ്ങൾ ഡിന്നറാക്കാം. വെജിറ്റബിൾ സാലഡ്സ് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് ടൈമിൽ നിങ്ങൾക്ക് അല്പം വിശപ്പ് തോന്നണമെന്ന് വെച്ചാൽ ആ ടൈമിൽ വെജിറ്റബിൾ സാലഡ്, കുക്കുംബർ, തക്കാളി, സവാള ഒക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും റോക്ക് സോൾട്ടും ഒക്കെ ആഡ് ചെയ്ത് നല്ലൊരു സാലഡായി. അത് ഏത് സമയം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്തതിൻ്റെ സമയം എന്ന് പറയാത്തത്. ഓരോരുത്തർക്കും ഭക്ഷണം കഴിക്കുന്ന രീതിയും ആ ടൈമിങ്ങും ഒക്കെ വ്യത്യസ്തമാണല്ലോ. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ സാലഡ്സ് ഉപയോഗിക്കാം. ഒരിക്കലും സാലഡ് ഡിന്നറിന് ഉപയോഗിക്കാതിരിക്കുക. ബ്ലോട്ടിങ് അസിഡിറ്റിക്ക് കൂട്ടുവാനേ ഇത് കാരണമാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിന്നറിന് മെയിൻ ഫുഡ് എന്തെങ്കിലും, ഇപ്പോൾ ഓട്സോ റാഗിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ദോശയോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. സാലഡ്സ് ഫ്രൂട്ട്സൊക്കെ ഇടസമയത്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് ഡെയിലി ഡയറ്റിനെ കുറിച്ച്. പ്രത്യേകം പറയാനുള്ളത് പോർഷൻ സൈസിൽ ഭക്ഷണം കഴിക്കാം, വെള്ളം നന്നായിട്ട് കുടിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും, എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈദ് മുബാറക്. താങ്ക് യു.